കേരള ബാലറ്റിലേക്ക് വീണ്ടും UDF-ൽ എന്ന പോലെ തന്നെ LDF-നകത്തും സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നതിന്റെ തിരക്കിലാണ്. CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം 16-ന് പ്രഖ്യാപിക്കും. LDF-ന്റെ സ്ഥാനാർത്ഥി പട്ടിക 20-നുമാകും. ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം മുന്നണി സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടക്കും. തെരഞ്ഞെടുപ്പിന് 2.5 മാസം ബാക്കിയുണ്ടെങ്കിലും സ്ഥാനാർത്ഥി നിർണയം വേഗത്തിൽ പൂർത്തിയാക്കി പ്രചാരണത്തിലേക്ക് കടക്കാനാണ് LDF-ന്റെ തീരുമാനം. സ്ഥാനാർത്ഥികളുടെ സാധ്യതാ ലിസ്റ്റ് തയ്യാറാക്കിയതുൾപ്പെടെ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കത്തിൽ UDF നേടിയ മുൻതൂക്കം ഇതിലൂടെ മറികടക്കാനാകുമെന്നും മുന്നണി കണക്കുകൂട്ടുന്നു. CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം 16-നും LDF-ന്റേത് 20-നും പ്രഖ്യാപിക്കുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. മാർച്ച് മാസം 16-ാം തീയതി ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് കീഴ്ഘടകങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി ലിസ്റ്റിന് രൂപം കൊടുക്കും. മറ്റ് ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും സ്ഥാനാർത്ഥി പട്ടിക മാർച്ച് മാസം 20-ാം തീയതിയോടുകൂടി പ്രഖ്യാപിക്കാൻ കഴിയും. സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക തയ്യാറാക്കുന്നതിനായി CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. ഒരാഴ്ചക്കകം ജില്ലാ നേതൃത്വങ്ങൾ പട്ടിക സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറും. VS-ന്റെ സ്ഥാനാർത്ഥിത്വം ഈ മാസം 11-ന് നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും തീരുമാനമാകും. ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന സന്ദർഭത്തിലായിരിക്കും പാർട്ടിയുടെ ഓരോരുത്തർക്കുള്ള സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് തീരുമാനിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയം വേഗത്തിൽ പൂർത്തിയാക്കാൻ ഘടകകക്ഷികൾക്കും മുന്നണി നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം. CPM-ന്റെ ആസ്ഥാനം തിരുവനന്തപുരത്ത് AKG സെന്റർ ഇന്നൊരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചു. 22 വർഷങ്ങൾക്ക് ശേഷം KR ഗൌരിയമ്മ AKG സെന്ററിലെത്തി. സീറ്റ് വിഭജന ചർച്ചകൾക്കായാണ് ഗൌരിയമ്മ AKG സെന്ററിലെത്തിയത്. LDF നേതാക്കളുമായി ഏതാണ്ട് അരമണിക്കൂർ കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഗൌരിയമ്മ മടങ്ങിയത്. 1994 ജനുവരിയിലാണ് ഗൌരിയമ്മയെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. AKG സെന്ററിൽ നിന്ന് അന്ന് പടിയിറങ്ങിയ KR ഗൌരിയമ്മ 22 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ആ പടികൾ കയറിയത്. അതാകട്ടെ ഒരിക്കൽ തന്നെ പുറത്താക്കിയ പാർട്ടിയുമായുള്ള സഖ്യ ചർച്ചകൾക്കായും. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ എന്നിവർ പഴയ സഖാവിനെ കാത്ത് AKG സെന്ററിലുണ്ടായിരുന്നു. 2 പതിറ്റാണ്ടിനിപ്പുറം വീണ്ടും AKG സെന്ററിലെത്തിയതിനെക്കുറിച്ചുള്ള ചോദ്യത്തോട് ഗൌരിയമ്മയുടെ മറുപടി ഇപ്രകാരം: വയസ്സിന് 96 അപ്പോൾ നിർത്തണോ അവിടെ വരി. തന്റെ വീട്ടിൽ മടങ്ങിയെത്തിയ ശേഷമാണ് LDF നേതൃത്വവുമായി നടത്തിയ ചർച്ചയെക്കുറിച്ച് ഗൌരിയമ്മ വിശദീകരിച്ചത്. 4 സീറ്റുകൾ വേണമെന്ന ആവശ്യം മുന്നണി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ചർച്ച ചെയ്ത് തീരുമാനം അറിയിക്കാമെന്ന് മുന്നണി നേതൃത്വം മറുപടി നൽകിയതായും ഗൌരിയമ്മ കൂട്ടിച്ചേർത്തു. എന്നെ പാർട്ടിയിൽ നിന്ന് കളഞ്ഞതിന് ശേഷം ആദ്യം കൊല്ലം ഞാൻ മാത്രമേ നിന്നുള്ളൂ. പിന്നെ ഞങ്ങളെല്ലാം കൊല്ലം 5 സീറ്റാണ് ഞങ്ങൾക്ക് തരിക. അത് ചോദിച്ചു. 1 ചേർത്തല അല്ലെങ്കിൽ അരൂർ, 2 ഇരവിപുരം, വർക്കല, ചവറ ചോദിച്ചിട്ടുണ്ട്. എറണാകുളത്ത് മാറ്റോളി അവർ കൂടി ആലോചിച്ച് കഴിഞ്ഞിട്ട് വന്ന് ഇവരെ അറിയിക്കാന്ന് പറഞ്ഞു. അൽ അമീൻ, മീഡിയ 1 തിരുവനന്തപുരം. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ ചർച്ചകൾ സജീവമാവുകയും അവ്യക്തമായ സൂചനകൾ പുറത്തേക്ക് വരികയും ചെയ്യുമ്പോഴാണ് മത്സരരംഗത്ത് VS ഇക്കുറി ഉണ്ടാകുമെന്ന് പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ട് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം PK ഗുരുദാസൻ രംഗത്തെത്തിയിരിക്കുന്നത്. VS താൻ മത്സരിക്കുന്നില്ല എന്ന് പറയാത്തിടത്തോളം VS-ന്റെ മത്സരം സംബന്ധിച്ചുള്ള സംശയങ്ങൾ ആവശ്യമില്ല എന്നാണ് PK ഗുരുദാസന്റെ അഭിപ്രായം. VS മത്സരിക്കുന്നത് സംസ്ഥാനത്തിനും പാർട്ടിക്കും ഗുണം ചെയ്യും എന്ന അഭിപ്രായ പ്രകടനവും PK ഗുരുദാസൻ നടത്തി. മീഡിയ 1 എക്സ്ക്ലൂസീവ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VS അച്യുതാനന്ദൻ മത്സരിക്കുമോ എന്ന് കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന രാഷ്ട്രീയ സന്ദർഭത്തിലാണ് CPM-ലെ കടുത്ത VS അനുകൂലിയായി അറിയപ്പെടുന്ന PK ഗുരുദാസന്റെ പ്രതികരണം. VS മത്സരരംഗത്തുണ്ടാകുമെന്ന് പരോക്ഷമായി സൂചിപ്പിച്ച ഗുരുദാസൻ VS-ന്റെ സാന്നിധ്യം ഗുണം ചെയ്യുമെന്നും വ്യക്തമാക്കി. VS സംസ്ഥാനത്തെ ഏറ്റവും സമുന്നതനായ കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. പ്രായവും പ്രവൃത്തി പരിചയവും നോക്കി VS മത്സരിക്കണോ എന്ന് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ചർച്ച ചെയ്യണം. പ്രവർത്തന പാരമ്പര്യവും കഴിവുമുള്ള VS മത്സരിക്കുന്നത് സംസ്ഥാനത്തിനും പാർട്ടിക്കും ഗുണകരമാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തന പാരമ്പര്യവും അദ്ദേഹത്തിന്റെ കഴിവും എല്ലാം അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും പാർട്ടിയിലും ജനങ്ങളുടെ ഇടയിലും പ്രവർത്തിക്കുന്നതും നമ്മുടെ കേരളത്തിനും നമ്മുടെ പ്രസ്ഥാനത്തിനും വളരെയധികം പ്രയോജനകരമാണ്. മത്സരരംഗത്തേക്ക് താനില്ല എന്ന് VS ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ VS-നെ മത്സരിപ്പിക്കണോ എന്ന കാര്യത്തിൽ സംശയം ഉദിക്കേണ്ടതില്ലെന്നും ഗുരുദാസൻ പറഞ്ഞു. VS മത്സരരംഗത്തുനിന്ന് മാറി നിൽക്കുമെന്ന് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ആ പറഞ്ഞിട്ടില്ലാത്ത പശ്ചാത്തലത്തിൽ അതിന്റെ ഒരു സംശയത്തിന്റെ വിഷയം ഉദിക്കുന്നതേ ഇല്ലല്ലോ. CPM-ൽ വിഭാഗീയത രൂക്ഷമായിരുന്ന കാലത്ത് VS പക്ഷത്ത് ഉറച്ചുനിന്ന മുതിർന്ന നേതാവാണ് PK ഗുരുദാസൻ.
ശ്യാമാർ ബാബു, മീഡിയ 1, കൊല്ലം. കേരള കോൺഗ്രസ് എമ്മിലുണ്ടായ പിളർപ്പ് രാഷ്ട്രീയമായി ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല എന്ന പ്രതികരണവുമായി ഇടുക്കി MLA റോഷി അഗസ്റ്റിൻ രംഗത്തെത്തി. പാർട്ടി വിട്ടവർ ഒരു തരത്തിലും ഒരു ഭീഷണി ഉയർത്താൻ പോകുന്നില്ല. ഇടുക്കി ജില്ലയിൽ ഫ്രാൻസിസ് ജോർജ് തനിക്കെതിരെ മത്സരിച്ചാൽ അതിനെ സ്വാഗതം ചെയ്യുമെന്നാണ് ഇന്ന് റോഷി അഗസ്റ്റിൻ പറഞ്ഞത്. തനിക്ക് തികഞ്ഞ വിജയപ്രതീക്ഷയുണ്ടെന്ന് പറയാനും റോഷി അഗസ്റ്റിൻ മടിച്ചില്ല. കഴിഞ്ഞ 10 വർഷം മണ്ഡലത്തിൽ വരുത്തിയ വികസന നേട്ടങ്ങൾ നിരത്തി തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ് റോഷി അഗസ്റ്റിൻ MLA. എന്നാൽ എതിരാളിയായി ഫ്രാൻസിസ് ജോർജ് എത്തുമെന്ന വാർത്തകളോട് പ്രതികരണം ഇങ്ങനെ: ആരെതിര് വരുന്നു എന്നുള്ളതല്ലോ പ്രശ്നം. ഞാൻ ഏതായാലും ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി മുന്നണി നേതൃത്വവും പാർട്ടിയും എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാൻ മത്സരിക്കും. അതല്ലേ എനിക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഞാൻ മത്സരിക്കുന്നത് ഇപ്രാവശ്യം ഞാൻ സൂചിപ്പിച്ചു. ഇപ്രാവശ്യം വിശദമായ പഠനം നടത്തി പരീക്ഷയ്ക്ക് എഴുതുക. എനിക്ക് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ജനങ്ങൾ, നല്ലവരായ നാട്ടുകാർ, ആ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള മുഴുവൻ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം കൊടുത്തു. അപ്പൊ സംതൃപ്തിയില്ലേ? ഇനി മത്സരിക്കുക, ഇനി പരീക്ഷയ്ക്ക് എഴുതുക. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും 1500 മുകളിൽ വോട്ടുകൾക്കാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം നേതാവ് കൂടിയായ റോഷി നിയമസഭയിലെത്തിയത്. എന്നാൽ കേരള കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയായ ഇടുക്കി മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ ഹൈറേഞ്ച് സംരക്ഷണ സമിതി രാഷ്ട്രീയ രംഗത്തെത്തുകയും അതിന്റെ നേട്ടം LDF നേടുകയും ചെയ്തിരുന്നു. ഇത്തവണ വിമത കേരള കോൺഗ്രസ് നേതാവ് ഫ്രാൻസിസ് ജോർജ് മത്സരിക്കാനെത്തിയാൽ അത് വലതുകോട്ടയിൽ വിള്ളലുകൾ വീഴ്ത്തിയേക്കാം. ക്രിസ്തീയ സഭകൾക്കും ഹൈറേഞ്ച് സംരക്ഷണ സമിതിക്കും ശക്തമായ സ്വാധീനമുള്ള ഈ മണ്ഡലം നിലനിർത്തുക എന്നത് കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് അഭിമാന പോരാട്ടം കൂടിയാണ്. ബിജു തറയിൽ, മീഡിയ 1, ഇടുക്കി. കോൺഗ്രസിനകത്ത് സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ സീറ്റ് മോഹവുമായി നിരവധി നേതാക്കൾ ക്യൂവിൽ നിൽക്കുന്നുണ്ട്. പത്തനംതിട്ട DCC പ്രസിഡന്റ് P. മോഹൻരാജ് അവരിൽ ഒരാളാണ്. ദീർഘകാലമായി താൻ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇത്തവണ തനിയെ തഴയില്ല എന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളതെന്നുമാണ് P. മോഹൻരാജ് പറയുന്നത്. മത്സരിക്കാനുള്ള തന്റെ ആഗ്രഹം KPCC നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും P. മോഹൻരാജ് മീഡിയ 1 പറഞ്ഞു. 45 വർഷമായി താൻ ജില്ലയിലെ കോൺഗ്രസിന്റെ നേതൃനിരയിൽ പ്രവർത്തിക്കുകയാണെന്നും പാർലമെന്ററി രാഷ്ട്രീയത്തിൽ തനിക്ക് ന്യായമായ പരിഗണന ലഭിക്കണമെന്നും P. മോഹൻരാജ് മീഡിയ 1 പറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പരിഗണിക്കപ്പെട്ടെങ്കിലും അവസാന നിമിഷം ഒഴിവാക്കപ്പെട്ടു. 45 വർഷമായി ഈ രംഗത്ത് നിൽക്കുന്നവരാണ്. ന്യായമായി മത്സരിക്കാൻ ആഗ്രഹമുണ്ട്, മത്സരിക്കാൻ യോഗ്യതയുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. 2001 തൊട്ടിലുള്ള തെരഞ്ഞെടുപ്പിൽ, അസംബ്ലി പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ പലപ്പോഴും എൻ്റെ പേരുകൾ പരാമർശിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് മത്സരിക്കുന്നതിന് അയോഗ്യതയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ആറന്മുളയാണ് തന്റെ മണ്ഡലം. അവിടെയല്ലാതെ ജില്ലയിലെ മറ്റേതെങ്കിലും മണ്ഡലത്തിൽ അവസരം ലഭിച്ചാലും മത്സരിക്കാൻ സന്നദ്ധനാണ്. തന്റെ ആഗ്രഹം KPCC നേതൃത്വത്തെ ധരിപ്പിച്ചിട്ടുണ്ട്. പരിഗണന ലഭിക്കുമെന്നാണ് കരുതുന്നത്. സാധാരണ പ്രവർത്തകരുടെ പിന്തുണ തനിക്കുണ്ടെന്നും ഇനി മറ്റൊരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനുള്ള ബാല്യം ഉണ്ടെന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇതല്ലാതെ ഇനി ഒരു അവസരം എനിക്കുണ്ടാകും എന്ന പ്രതീക്ഷ എനിക്കില്ല. അത് ഞങ്ങളുടെ നേതൃത്വം പരിഗണിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. പത്തനംതിട്ടയിലെ 5 നിയോജക മണ്ഡലങ്ങളിലും UDFന് എക്കാലത്തും വ്യക്തമായ മേൽക്കൈയുണ്ട്. എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിലെ വീഴ്ചകൾ പരാജയത്തിന് ഇടയാക്കി. ഇത്തവണ മികച്ച പ്രതിച്ഛായുള്ള സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചാലേ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള വിജയം ജില്ലയിൽ കൈവരിക്കാനാവൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവല്ല സീറ്റ് കേരള കോൺഗ്രസിൽ നിന്നും ഏറ്റെടുക്കണമെന്ന വികാരം കോൺഗ്രസിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലയിലെ A ഗ്രൂപ്പിൽ ഭിന്നത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് DCC പ്രസിഡന്റിന്റെ പരസ്യ പ്രതികരണമെന്നതും ശ്രദ്ധേയമാണ്. സജോ ദേവസ്യ, മീഡിയ 1, പത്തനംതിട്ട. 20 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു കഴിഞ്ഞെങ്കിലും മുസ്ലിം ലീഗിനകത്ത് വിവാദങ്ങൾ ഉരുണ്ടുകൂടുകയാണ്. ലീഗിൽ വനിതകൾക്ക് സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധവുമായി വനിതാ ലീഗ് രംഗത്തെത്തിക്കഴിഞ്ഞു. സംവരണത്തിലൂടെ മാത്രമേ നിയമസഭയിലും പാർലമെന്റിലും വനിതകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ കഴിയൂ എന്നാണ് വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഖമറുന്നീസ അൻവറിന്റെ അഭിപ്രായം. UDFൽ വനിതകൾക്ക് അർഹമായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എന്ന ആക്ഷേപവും ഖമറുന്നീസ അൻവറിനുണ്ട്. മീഡിയ 1 എക്സ്ക്ലൂസീവ്. വനിതകൾക്ക് സ്ഥാനാർത്ഥി പട്ടികയിൽ അർഹമായ പരിഗണന നൽകണമെന്ന് വനിതാ ലീഗ് നേരത്തെ രേഖാമൂലം സംസ്ഥാന പ്രസിഡന്റ് ഹൈദരലി ശിഹാബ് തങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടികയിൽ വനിതകൾക്ക് സീറ്റില്ല. ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യം സ്ത്രീകളെ കുറെ പേരെ പങ്കെടുപ്പിക്കുന്നുണ്ട്. നേരെ മറിച്ച് കോൺഗ്രസിലും ലീഗിലൊക്കെ അത് വളരെ കുറവ് തന്നെയാണ്. സ്ത്രീകൾ മത്സരിച്ചാൽ വിജയിക്കില്ലെന്ന ധാരണ ശരിയല്ലെന്നും വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു. വനിതാ ബില്ല് പാസ്സായാലേ സ്ത്രീകൾക്ക് അവരറിയിക്കുന്ന സ്ഥാനം കിട്ടുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം. കാലങ്ങളായി മത്സരിക്കുന്നവർ മാറാൻ തയ്യാറാവാത്തതാണ് വനിതകൾക്കും യുവാക്കൾക്കും സീറ്റ് നിഷേധിക്കുന്നതിന് പ്രധാന കാരണമെന്നും ഖമറുന്നീസ അൻവർ കൂട്ടിച്ചേർത്തു. സാജിദ് അജ്മൽ, മീഡിയ 1, മലപ്പുറം. തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നും ഇനിയും വിശേഷങ്ങളേറെയുണ്ട്. കേരള ബാലറ്റിൽ ഈ ചെറിയ ഇടവേളയ്ക്ക് ശേഷം